കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്പനി സെക്രട്ടറിയെ പറ്റിയാണ് പഠിച്ചത്. കമ്പനി സെക്രട്ടറി എന്താണ്, ഡെഫിനിഷൻ, ക്വാളിഫിക്കേഷൻസ്, ദെൻ അത് കഴിഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റ് ഓഫ് സെക്രട്ടറി, ഇത് ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നെക്സ്റ്റ് നമ്മളിന്ന് നോക്കുന്നത് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ചലഞ്ചസ് ഓഫ് കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് എ കമ്പനി സെക്രട്ടറി അണ്ടർ സെക്ഷൻ 205 ഓഫ് കമ്പനീസ് ആക്ട് 2013. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെ ചലഞ്ചസുമാണ് നമ്മുടെ കമ്പനി സെക്രട്ടറിക്കുള്ളത് നോക്കാം. ഒരു 3 പോയിൻ്റാണ് പറയുന്നത്. ഒന്ന്, to report the board about compliance with the provisions of this act, rules made thereafter and other laws applicable to companies. എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ബോർഡിന് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറിയിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ എന്താ പറയുക റൂൾസും ലോസും എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം എന്താണ് കൃത്യമായിട്ട് ബോർഡിനെ അറിയിക്കുക. ദെൻ ടു എൻഷുർ ദാറ്റ് ദ കമ്പനി കംപ്ലയൻസ് വിത്ത് ദ ആപ്ലിക്കബിൾ സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ്സ്. സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ്സ് എല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനീസ് സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ അവരുടെ ആക്ട് കമ്പനി സെക്രട്ടറി ആക്ട് 1980 സെക്ഷൻ 3 അനുസരിച്ച് സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂഡ് ബൈ ദ എന്താണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ആണ്. അത് അപ്രൂവ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അതാണ് സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി സെക്രട്ടറി ആക്ട് 1980 സെക്ഷൻ 3 അനുസരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ഇഷ്യൂ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ്സ് അത് അപ്രൂവ് ചെയ്ത് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതും എന്താണ് കമ്പനി ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കാം. ദെൻ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ടു ഡിസ്ചാർജ് സച്ച് അതർ ഡ്യൂട്ടീസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. എന്തൊക്കെയാണോ അത് ബാക്കിയുള്ള ഡ്യൂട്ടീസ് പറയുന്നത് അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കണം. ഇത് മൂന്നുമാണ് എന്താണ് ഫങ്ഷൻസ് ഓഫ് എ കമ്പനി സെക്രട്ടറി അണ്ടർ സെക്ഷൻ 205 ഓഫ് കമ്പനീസ് ആക്ട് 2013. നെക്സ്റ്റ്, എന്തൊക്കെ പവേഴ്സാണ് സെക്രട്ടറിക്കുള്ളത്? ഓൾ ആക്ട് വിച്ച് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സ്പെഷ്യലി ഡയറക്റ്റ് ഹിം ടു പെർഫോം. എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതെല്ലാം. ദെൻ all act which are essential to enable him to discharge his duties as administrative head to supervise, direct and control all activities. ഈ പറയുന്ന എല്ലാത്തിനും എന്താണ് അതിന് വേണ്ടിയുള്ള എല്ലാ ഡ്യൂട്ടീസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയുള്ളത്. ദെൻ അടുത്തത് എന്താണ് പെർഫോം അണ്ടർ എൻഡാച്ച്മെൻറ്റ് ലൈക്ക് ഇൻകം ടാക്സ് ആക്ട്, കമ്പനീസ് ആക്ട്, സ്റ്റാമ്പ് ആക്ട് എന്ന് പറഞ്ഞാൽ കുറേ ആക്ട് ഫോളോ ചെയ്യാനുള്ളത് അതിനുള്ളതെല്ലാം. ഇത് മൂന്നുമാണ് എന്തെന്ന് സെക്രട്ടറിക്കുള്ള പവർ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഡ്യൂട്ടീസ് ഓഫ് എ കമ്പനി സെക്രട്ടറിയാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ജനറൽ ഡ്യൂട്ടീസ്. എന്താണ് ഫസ്റ്റ് വൺ? ജനറൽ ഡ്യൂട്ടീസ്. പെർഫോം ഡ്യൂട്ടീസ് വിത്ത് റീസണബിൾ കെയർ ആൻഡ് സ്കിൽ. എന്ത് ചെയ്യണം? ജനറൽ ഡ്യൂട്ടീസ് പറയുന്നത് എന്താണ് സാധാരണ എന്താണ് നമ്മൾ ഏതൊരു ജോലി ചെയ്യുമ്പോഴും അതിൻ്റേതായ എന്താണ് റീസണബിൾ കെയറും സ്കില്ലും കൊടുക്കുക. ദെൻ ഡ്യൂട്ടി ഇൻ ഗുഡ് ഫെയ്ത്ത്, നല്ല തീരുമാനത്തോടെ ചെയ്യുക. ദെൻ അബ്സ്റ്റെയിൻ ഫ്രം ഡിസ്ക്ലോസിങ് എനി കോൺഫിഡൻഷ്യലോ സെക്രട്ടറി സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ് നമ്മുടെ കമ്പനിയുടെ വേറെ ആരോടും പറയാതിരിക്കുക. സീക്രട്ട് പ്രോഫിറ്റ് ഒരിക്കലും കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കാതിരിക്കുക. ദെൻ ഇനി കമ്പനി സെക്രട്ടറി ഇഫ് അപ്പോയിൻറ്റഡ് ബൈ എൻ എഗ്രിമെൻറ്റ് ഓഫ് സർവീസ് ആണെങ്കിൽ വിച്ച് ഡിഫൈൻസ് ഹിസ് ഡ്യൂട്ടീസ് ആസ് വെൽ ആസ് പവേഴ്സ് ഇസ് അണ്ടർ എ ഡ്യൂട്ടി ടു ആക്ട് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ഹിസ് അതോറിറ്റി. ഒരു എഗ്രിമെൻറ്റ് ഓഫ് സർവീസ് അനുസരിച്ചാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടീസും ആ പറഞ്ഞിരിക്കുന്ന അതോറിറ്റിക്കകത്ത് വെച്ച് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ ഡ്യൂട്ടീസ് നോക്കിയതിൽ ഡ്യൂട്ടീസ് ഓഫ് കമ്പനി സെക്രട്ടറി ജനറൽ ഡ്യൂട്ടീസാണ് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസാണ്. ഈ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ഒരു 4 ലോ അല്ലെങ്കിൽ ഒരു 3 ലോ മെയിനായിട്ട് പറയുന്നുണ്ട്, ബാക്കി ലോസും പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് പറയുന്ന ലോയാണ്. ഓക്കെ, അണ്ടർ ദ കമ്പനീസ് ആക്ട്
to provide guidance to directors with regards to their duties, responsibilities and powers. ഡയറക്ടേഴ്സിന് എന്തൊക്കെ ഡ്യൂട്ടീസാണ്, റെസ്പോൺസിബിലിറ്റീസാണ്, പവേഴ്സ് എന്ന അതിന് ഗൈഡൻസ് കൊടുക്കാം. അടുത്ത് പറയുന്ന ഫെസിലിറ്റേറ്റ് ദ കൺവീനിങ് ഓഫ് ദ മീറ്റിംഗ്സ് ആൻഡ് അറ്റൻഡ് ബോർഡ്, കമ്മിറ്റി, ജനറൽ മീറ്റിംഗ്, മെയിൻറ്റെയിനിങ് ദ മിനിറ്റ്സ് ഓഫ് ദീസ് മീറ്റിംഗ്സ്. എല്ലാത്തിൻ്റെ മിനിറ്റ്സും അതിനെല്ലാം മെയിൻറ്റെയിൻ അറേഞ്ച് ചെയ്യുക. ദെൻ ടു അപ്പോയിൻറ്റ് അപ്രൂവൽ ഫ്രം ദ ബോർഡ്, ബോർഡിൽ നിന്ന് അപ്രൂവൽ ഉണ്ടാക്കുക, ജനറൽ മീറ്റിങ്ങിന്, അതുപോലെ ഗവൺമെൻറ്, അതുപോലെ അതോറിറ്റീസിൽ നിന്നെല്ലാം അപ്രൂവൽ ഉണ്ടാക്കുക. കമ്പനീസ് ആക്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ടു റെപ്രസെൻറ്റ് ബിഫോർ വേരിയസ് റെഗുലേറ്റേഴ്സ്, എന്താണ്, അതുപോലെ അതോറിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് വേരിയസ് ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ബോർഡിനെ അസിസ്റ്റ് ചെയ്യുക, എന്തിനാണ്, അഫയേഴ്സ് ഓഫ് ദ കമ്പനീസുമായിട്ട് ബന്ധപ്പെട്ട്. അടുത്ത് അസിസ്റ്റ് ചെയ്യുക, അഡ്വൈസ് ചെയ്യുക ആരെ, ബോർഡിനെ. എന്തിനു വേണ്ടി, ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസും ബെസ്റ്റ് പ്രാക്ടീസും ഫോളോ ചെയ്യാൻ വേണ്ടി. ദെൻ അടുത്ത് പറയുന്നത് ടു ഡിസ്ചാർജ് അതർ സ്പെസിഫൈഡ് ഡ്യൂട്ടീസ് അണ്ടർ ദ ആക്ട് ഓർ റൂൾസ്. അടുത്ത് പറയുന്നത് ടു ഡിസ്ചാർജ് അതർ ഡ്യൂട്ടീസ് ആസ് മേ ബി അസൈൻഡ് ബൈ ദ ബോർഡ് ഫ്രം ടൈം ടു ടൈം, കൃത്യമായിട്ടുള്ള ഇടവേളയിൽ കൃത്യമായിട്ട് പറയും. ഇത് ഇത്രയുമാണ് കമ്പനീസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടീസ്. നെക്സ്റ്റ് പറയുന്നത് അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ടുള്ള ഡ്യൂട്ടീസ്. ഇപ്പോൾ ആദ്യം കമ്പനീസ് ആക്ട് ആയിരുന്നു, ഇത് ഇപ്പം ഇൻകം ടാക്സ്. ടു എൻഷുർ ദറ്റ് പ്രോപ്പർ ഇൻകം ടാക്സ് ഈസ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഫ്രം ദ സാലറീസ് പേ ടു ദ എംപ്ലോയീസ്. TDS കൃത്യമായിട്ട് എന്തുവാണ്, സാലറി കൊടുക്കുന്നവരുടെ എംപ്ലോയീസിൻ്റെ നിന്ന് പിടിക്കുന്നുണ്ടോ, അതുപോലെ ഇൻട്രസ്റ്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ നിന്നും ഡെപ്പോസിറ്റേഴ്സിൻ്റെ നിന്നും കൃത്യമായിട്ട് TDS പിടിക്കുന്നുണ്ടോ നോക്കുക. അതാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത് ടു സീ ദാറ്റ് എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകം ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഇസ് ഫർണിഷ്ഡ് ടു എവറി ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് ഡെപ്പോസിറ്റേഴ്സ്. അവർക്ക് കൃത്യമായിട്ട് TDS സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ നോക്കാം. Then to ensure that the tax so deducted has been deposited in government treasuries. TDS ഡിഡക്റ്റ് ചെയ്താൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് ഗവൺമെൻറ് ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാകുന്ന എന്താണ് നോക്കുക. അടുത്ത് ടു വെരിഫൈ ആൻഡ് സബ്മിറ്റ് മിസ്ലേനിയസ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫോംസ്, റിട്ടേൺസ്, എന്താണ് ഇൻകം ടാക്സ് പറയുന്ന അനുസരിച്ചുള്ള ഫോംസും അതുപോലെ റിട്ടേൺസും എല്ലാം കൃത്യമായിട്ട് ഫയൽ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് ഇത്രയുമാണ് ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഇനി അടുത്ത് പറയുന്ന ഒരു രണ്ട് ഇത് മെയിനാണ്. ഒന്ന് എന്താണ്, ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട്. സ്റ്റാമ്പ് ആക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഡോക്യുമെൻസിലെല്ലാം എന്താ പറയുക, മുദ്രപത്രങ്ങളോ അല്ലെങ്കിൽ അതില്ലെങ്കിൽ എന്താണ് അതിന് കൃത്യമായിട്ടുള്ള സ്റ്റാമ്പുകൾ ഓരോ ഡോക്യുമെൻസിനും എന്താണ്, ഇപ്പോൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ളത്, അതുപോലെ ഷെയർ സർട്ടിഫിക്കറ്റിൽ, ഡിബഞ്ചർ സർട്ടിഫിക്കറ്റിൽ, ഇതുപോലുള്ളതിലെല്ലാം കൃത്യമായിട്ട് സ്റ്റാമ്പ് ആക്ടിൽ പറയുന്ന മൂല്യമുള്ള സ്റ്റാമ്പ് തന്നെയാണോ ഇത് അതിൽ എന്താണ് അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കുക. ഓക്കെ. അടുത്ത് പറയുന്നത് അണ്ടർ ദ അതർ ആക്ട്സ്. അതർ ആക്ട്സ് എന്ന് പറയുമ്പോൾ ESI ആക്ട് ഉണ്ട്, അതായത് എംപ്ലോയീസ് സർവീസ്, എന്താണ് നമ്മുടെ എന്താണ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഒരു 25,000 റുപ്പീസിന് താഴെയുള്ളവർക്ക് ESI ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം അത് ഓക്കെ ആണോ നോക്കാം. 22,000 റുപ്പീസിനാണ് തോന്നുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ എന്താണ് അവർക്ക് ഫ്രീ ആയിട്ടുള്ള എന്താണ് മെഡിസിൻസും അതൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ് ESI. അപ്പം അത് ആ ആക്ട് പ്രകാരം. അടുത്ത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സിനുണ്ടെങ്കിൽ. മിനിമം വേജ് ആക്ട് എന്ന് പറഞ്ഞാൽ ഓരോ എംപ്ലോയീസിനും ഇത്ര മിനിമം വേജസ് കൊടുക്കണമെന്ന് നിയമമുണ്ട്, അതിനനുസരിച്ച്. ഫാക്ടറീസ് ആക്ട്, ഫാക്ടറി ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ. എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് ആക്ട്, EPF എന്ന് പറയും. അടുത്ത മിസ്ലേനിയസ് പ്രൊവിഷൻസ്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ്, സെബി, ഇങ്ങനെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അതിൽ പറയുന്ന ഡ്യൂട്ടീസ് എല്ലാം കൃത്യമായിട്ട് ഫർണിഷ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് ഇത്രയുമാണ് ഡ്യൂട്ടീസ്. അപ്പോൾ ഡ്യൂട്ടീസ് എങ്ങനെയാണ് തിരിക്കുന്നത്, രണ്ടായിട്ട് തിരിക്കും. ഒന്നെന്തുവാണ്, ജനറൽ ഡ്യൂട്ടി എന്നും സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയും. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയിൽ നമ്മൾ മെയിനായിട്ട് 3 ലോയാണ് പറഞ്ഞത്, കമ്പനീസ് ആക്ട്, ഇൻകം ടാക്സ്, സ്റ്റാമ്പ് ആക്ട്. ബാക്കിയുള്ള ലോസ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ എന്താണ് പറഞ്ഞാൽ നമ്മുടെ അക്കാഡമിക്കായിട്ട് നോക്കുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നെക്സ്റ്റ് പറയുന്നത് റോൾ ഓഫ് സെക്രട്ടറി ഇൻ ദ കമ്പനി. നമ്മുടെ കമ്പനിയിൽ സെക്രട്ടറിയുടെ റോൾ എന്താണെന്ന് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 3-4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർ.
എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ഓഫീസ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ലോ. അപ്പം അത് പാലിക്കുന്ന ഓഫീസറാണെന്ന് പറയാം. അപ്പം നമ്മുടെ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവരും ഡ്യൂട്ടീസ് ഓഫ് എ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് അതെല്ലാം കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ നോക്കുക. പെർഫോം The secretary is responsible to perform the duties of a secretary and such other ministerial and administrative duties കൂടെ ചെയ്യേണ്ടതുണ്ട്. എന്ന് പറയുമ്പോൾ ഇപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരമാണെങ്കിൽ എന്താണ് ടു സൈൻ ദ ആനുവൽ റിട്ടേൺ ഫിൽഡ് ബൈ ദ രജിസ്ട്രാർ, പിന്നെ മേക്ക് ഡിക്ലറേഷൻ റിഗാർഡിങ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, പിന്നെ ഓതൻറ്റിക്കേറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, പിന്നെ എന്താണ് ഡിക്ലറേഷൻസ് ടു മേക്ക് ഡിക്ലറേഷൻ ബിഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഓഫീസറിൽ വരുന്നത്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് കോഓർഡിനേറ്റർ. എന്താണ് കോഓർഡിനേറ്റർ? കോഓർഡിനേറ്റർ എന്ന് പറയുമ്പം തന്നെ എന്താ നമുക്കറിയാം, എന്താണ് എല്ലാത്തിനെയും ഒന്ന് കോഓർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് ആര്, നമ്മുടെ സെക്രട്ടറി എന്ന് പറയുന്നത്. has an important role to play in the administration of a company's affair and the business. In a role of the coordinator extend to the board including chairman, managing director, line and staff functions എല്ലാം ആയിട്ടും. അങ്ങനെ അതിനെ നമ്മൾ മൂന്നായിട്ട് വേണമെങ്കിൽ തിരിക്കാം. എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് ആൻഡ് ട്രേഡ് യൂണിയൻസ്, ഷെയർ ഹോൾഡേഴ്സ്, ഗവൺമെൻറ്റ്സ്. ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് ആൻഡ് ട്രേഡ് യൂണിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ് സെക്രട്ടറി എന്ത് ചെയ്യണം, നമ്മുടെ ട്രേഡ് യൂണിയനും അതുപോലെ ബാക്കിയുള്ള ഇൻഡസ്ട്രീസുമായിട്ട് ഒരു നല്ലൊരു എന്താണ് പറഞ്ഞാൽ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഇത് വേണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പല കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഡിസ്പ്യൂട്ടൊക്കെ വരുമ്പോൾ ഒന്ന് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ് പറയുന്ന ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിനെ എന്ത് ചെയ്യുന്ന അവരുടെ ഷെയർസ് എല്ലാം കൃത്യമായിട്ട് അവരുടെ എന്താണ് അവരുമായിട്ടുള്ള ഒരു ഗുഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. അതാണ് എന്ത് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ. അതായത് ഷെയർ ഹോൾഡേഴ്സ് അല്ല റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനിയാണ്. അപ്പോൾ സെക്രട്ടറി എന്ത് ചെയ്യണം, എൻഷുർ ദാറ്റ് ദെയർ ഈസ് നോ ഡിലേ ഇൻ ദ ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ്, രജിസ്റ്റേഴ്സ് അതെല്ലാം. അതുപോലെ എന്തെങ്കിലും എന്താണ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റൊക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കുക. ഇതെല്ലാ കാര്യങ്ങളും നോക്കാം. ദെൻ ലാസ്റ്റ് വൺ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ കൃത്യമായിട്ട് ഗവൺമെൻറ് എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, കൃത്യമായിട്ട് റെസ്പോൺസ് എല്ലാം എന്ത് ചെയ്യുക മെയിൻറ്റെയിൻ ചെയ്യുക. കൃത്യമായിട്ട് അവർക്കുള്ള ഡോക്യുമെൻസും അതുപോലെ തന്നെ ടാക്സും എല്ലാം കൃത്യമായിട്ട് അടയ്ക്കുക. അങ്ങനെ എന്താ പറഞ്ഞാൽ ഗവൺമെൻറ്റുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാം. നെക്സ്റ്റ് മൂന്നാമത്തെ പറയുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ സെക്രട്ടറി ടു എൻഷുർ ദാറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് കമ്പനീസ് ആർ ഇൻ കൺഫോമിറ്റി വിത്ത് ദ കമ്പനീസ് പോളിസീസ് അനുസരിച്ച് എല്ലാം ചെയ്യുന്നുണ്ടോ. അതിന് വേണമെങ്കിൽ നമുക്ക് വീണ്ടും എന്താണ് ഡിവൈഡ് ചെയ്യാം. എന്താണ് ഫസ്റ്റ് വൺ ഈസ് ഓർഗനൈസേഷൻ ഓർ അഡ്മിനിസ്ട്രേഷൻ. വിത്തിൻ ദ ഓർഗനൈസേഷനകത്ത് എന്ത് ചെയ്യുന്നു മൊത്തം എന്താണ് ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ്, ഡിസിഷൻ മേക്കിങ്സ്, മെഷീനറി, ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഫങ്ഷൻസ്, ഇതെല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു നോക്കുന്നത് അവരുടെ എല്ലാം എന്താണ് ബിസിനസ് എല്ലാം സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടി. ദെൻ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഫിനാൻഷ്യൽ മാനേജറുമായിട്ട് എന്താണ് കൺസൾട്ട് ചെയ്തിട്ട് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ്, ഇൻറ്റേർണൽ കൺട്രോൾ, ഇൻറ്റേർണൽ ഓഡിറ്റ് ഇതെല്ലാം എന്താണ് ഫിനാൻഷ്യൽ പൊസിഷനെ സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് ഉള്ളതാണ്. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ എന്താണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ. അത് ഓഫീസ് മാനേജറുമായിട്ട് എന്ത് ചെയ്യുന്ന റിലേറ്റ് ചെയ്തിട്ട് കമ്പനി സെക്രട്ടറി എന്ത് ചെയ്യണം അതിൻ്റെ ഒരു റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കണം. അത് മാത്രമല്ല എന്ത് ചെയ്യണം കോർഡിനേറ്റ് ചെയ്യണം, ഓഫീസ് മാനേജറെ കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായിട്ട് റിവ്യൂ ഒക്കെ എടുത്ത് ആ കാര്യങ്ങൾ ചെയ്യുക. ഓഫീസ് സർവീസിൽ ട്രാൻസ്പോർട്ടേഷനും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വന്നിട്ട് കമ്പനീസ് പ്രോപ്പർട്ടീസ് അഡ്മിനിസ്ട്രേഷൻസ്. കമ്പനീസ് എന്തെന്ന ഇമ്പോർട്ടൻ്റ് റോളാണ് ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പ്രോപ്പർട്ടിയെ സേഫ് ഗാർഡ് ചെയ്യുക. ഓൾ ദ പ്രോപ്പർട്ടി ഓഫ് കമ്പനി ആർ മെയിൻറ്റെയിൻഡ് പ്രോപ്പർലി ആൻഡ് എൻഷുർഡ് ആൻഡ് കീപ് രജിസ്റ്റർ ഫോർ ഈച്ച് പ്രോപ്പർട്ടി കണ്ടെയ്ൻ റിലവൻറ്റ് ഇൻഫർമേഷൻ. പിന്നെ അദ്ദേഹത്തിന് നല്ലൊരു നോളജും ഉണ്ടായിരിക്കണം എവിടെയൊക്കെയാണ് പ്രോപ്പർട്ടി, എന്തൊക്കെയാണ് പ്രോപ്പർട്ടിയുടെ അതിൻ്റെ ലോസ്, പിന്നെ അതിൻ്റെ പേറ്റൻറ്റ് റൈറ്റ്, ട്രേഡ് മാർക്ക്, പിന്നെ ലൈസൻസ് അതുപോലുള്ള എല്ലാ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് അതെല്ലാം.
നെക്സ്റ്റ് വന്ന കോർപ്പറേറ്റ് റെക്കോർഡ്. കമ്പനീസ് ആക്ട് പ്രകാരമുള്ള എല്ലാ റെക്കോർഡും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടോ, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ആക്ട് പ്രകാരം, അതായത് കമ്പനീസ് ആക്ട് പ്രകാരം, അതുപോലെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം, പിന്നെ അതുപോലെ നമ്മൾ ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്, അതായത് സെയിൽസ് ടാക്സ്, അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സെബി അനുസരിച്ച് ഉള്ള എല്ലാം ഡോക്യുമെൻസും കറക്റ്റായിട്ട് പ്രോപ്പർലി യൂസ് ചെയ്യുന്നുണ്ടോ നോക്കാം. ലാസ്റ്റ് വൺ ഈസ് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ. പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ കമ്പനിയിലുള്ള ആൾക്കാരുടെ റിക്രൂട്ട്മെൻറ്റ്, ട്രെയിനിങ്, പേയ്മെൻറ്റ്, പ്രൊമോഷൻ, റിക്രൂട്ട്മെൻറ്റ്, അതുപോലെ എന്താണ് റിട്ടയർമെൻറ്റ്, ഡിസ്ചാർജ്, അങ്ങനെ നമ്മുടെ സ്റ്റാഫുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവർക്കുള്ള പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്, അപ്ഗ്രേഡ് ചെയ്യുന്നവരുടെ അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുക, പേഴ്സണലി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. അതാണ് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ. സ്മോളർ കമ്പനീസിലാണെങ്കിൽ എന്താണ്, അവർക്ക് വേണ്ടുള്ള അഡ്വൈസും അസിസ്റ്റൻസും എല്ലാം കൊടുക്കുക. സോ ഇത് ഇത്രയുമാണ് ഡ്യൂട്ടീസ് ഓഫ് എ റോൾ ഓഫ് എ സെക്രട്ടറീസ്. എന്താണ്, അപ്പം റോൾ ഓഫ് എ സെക്രട്ടറി എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്താണ് സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർ, ദെൻ കോർഡിനേറ്റർ, അടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർ, കോർഡിനേറ്റർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. കോർഡിനേറ്റർ തന്നെ 3 പറയുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പും ആൻഡ് ട്രേഡ് യൂണിയൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിന്, പിന്നെ ഗവൺമെൻറ്റിന്. ഇനിയോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന് എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷൻ അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, കമ്പനീസ് പ്രോപ്പർട്ടീസ് അഡ്മിനിസ്ട്രേഷൻ, കോർപ്പറേറ്റ് റെക്കോർഡ് ആൻഡ് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ കമ്പനി സെക്രട്ടറി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.